രാത്രിയിൽ ചേട്ടായിക്ക് ചപ്പാത്തിയും ചിക്കൻ കൊണ്ടാട്ടവും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി, ആ യൂട്യൂബിലുള്ള പോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെ റെഡിയാക്കിയെന്ന് കാണിച്ചു തരാവേ. കുറച്ച് ചിക്കൻ എടുത്ത് ചെറിയ ചതുരത്തിൽ കട്ട് ചെയ്ത്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇത്രയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത്, വീഡിയോ ഒന്നും കൂടി എടുത്ത് നോക്കിയപ്പോഴാണ് കുരുമുളക് പൊടിയും നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആയത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടണമായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ പൊടിച്ചും ഒക്കെ എടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുത്തു. വറുത്ത് കോരി എടുക്കുമ്പോൾ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ആദ്യം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ റെസിപ്പിയൊക്കെ നോക്കിയ സമയത്തും എനിക്ക് തോന്നിയത് എനിക്കിത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം മധുരവും ഒക്കെ ഉള്ളതായതുകൊണ്ട്. എന്തായാലും റെഡിയാക്കാന്ന് വിചാരിച്ചു. ചിക്കനെല്ലാം വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ സവാളയും കൂടി അങ്ങ് വഴറ്റി. സവാള വഴറ്റിയിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇന്ന് ഞാൻ നമ്മുടെ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. കാരണം ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ സവാള വഴറ്റുന്നതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെയും ഒന്ന് വഴറ്റി കൊടുത്തു. അതിലോട്ട് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിലോട്ട് മെയിൻ എന്താ പറയാ താരമായ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു കേട്ടോ. എൻ്റെ ഒരു കൈക്കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചത്. നമുക്ക് വേണ്ടുന്നത്ര ഒരു മധുരവും പുളിയും എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ചേട്ടായിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ചേട്ടായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടായി പറഞ്ഞു ഞാൻ നേരത്തെ കഴിച്ച പോലെ തന്നെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.